Section 2(a) Cooperative Arbitration Court means a court constituted under Section 70(a). അതായത് സെക്ഷൻ 70(a) പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു കോടതിയാണ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 2(a) എഴുതണം. അതുപോലെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? സെക്ഷൻ 70(a) ആണ് എഴുതേണ്ടത്. സെക്ഷൻ 70(a) പഠിക്കുമ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. സെക്ഷൻ 2(b) കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം. Consortium lending scheme means the consortium lending scheme framed under Section 57(c). കൺസോർഷ്യം വായ്പാ പദ്ധതി എന്നാൽ ഈ നിയമത്തിലെ 57-ാം വകുപ്പ് അനുസരിച്ച് രൂപീകരിച്ച കൺസോർഷ്യം വായ്പാ പദ്ധതി എന്നാണ് അർത്ഥമാക്കുന്നത്. തൊട്ടുമുകളിൽ പറഞ്ഞ പോലെ തന്നെ കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം ഈസ് ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സെക്ഷൻ 2(b) ആണ് എഴുതേണ്ടത്. അതുപോലെ കൺസോർഷ്യം ലെൻഡിംഗ് സ്കീം ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്ഷൻ 57(c) ആണ് എഴുതേണ്ടത്. സെക്ഷൻ 2(e)(c) കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് മീൻസ് ദ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 57(a). സഹകരണ വികസന ക്ഷേമനിധി എന്നാൽ ഈ നിയമത്തിലെ 57(a) വകുപ്പ് പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ക്ഷേമനിധി എന്നാണ് അർത്ഥമാക്കുന്നത്. E(c) കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ മീൻസ് ദ പേഴ്സൺ ഓർ പേഴ്സൺസ് അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 2 ഓഫ് സെക്ഷൻ 69(a). വകുപ്പ് 69-ലെ ഉപവകുപ്പ് 2 പ്രകാരം നിയമിക്കപ്പെട്ട വ്യക്തിയോ വ്യക്തികളെയോ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്ന് വിളിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് ഡിഫൈൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 2(e)(c) പറയും. അതുപോലെ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 69(a) ആണ് എഴുതേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ സെക്ഷൻ 69(a) എത്തുമ്പോൾ നമ്മൾ പഠിക്കും. സെക്ഷൻ 2(e)(c) കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് മീൻസ് ദ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾ 2 അപ്പെൻഡഡ് ടു ദിസ് ആക്ട്. സഹകരണ തത്വങ്ങൾ എന്നാൽ ഈ നിയമത്തിൻ്റെ അനുബന്ധമായി ചേർത്തിട്ടുള്ള ഷെഡ്യൂൾ 2-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സഹകരണ തത്വങ്ങൾ ആകുന്നു. നമുക്കറിയാം 7 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ജനറൽ കോപ്പറേഷൻ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതുപോലെ ഷെഡ്യൂൾ 2 എടുക്കുമ്പോഴും അവിടെയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സെക്ഷൻ 2(e)(d) കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് മീൻസ് ദ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 18(b). സഹകരണ സേവന പരീക്ഷാ ബോർഡ് എന്നാൽ വകുപ്പ് 80(b) അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട സഹകരണ സേവന പരീക്ഷാ ബോർഡ് എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2(f)-ൽ പറയുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. സഹകരണ സംഘം എന്നാൽ ഈ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ രജിസ്റ്റർ ചെയ്തതായി കരുതപ്പെടുന്നതോ ആയ സഹകരണ സംഘം എന്നാണ് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 2(g)-ൽ പറയുന്നു കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ ദ ഡെപ്റ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ ദ ഇവൻറ്റ്സ് ഓഫ് ഇറ്റ്സ് ബീയിങ് ബൗണ്ട് അപ്പ് ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ബൈലോസ്. അതായത് ക്ലിപ്തബാധിത സഹകരണ സംഘം എന്നാൽ എന്താണ്? സംഘത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സംഘത്തിന് എന്തെങ്കിലും ബാധ്യത വന്നാൽ ആ ബാധ്യത എന്തായിരിക്കും? ബൈലോയിൽ പറഞ്ഞ പ്രകാരം ലിമിറ്റഡ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കുന്നു? കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റിയുള്ള സംഘങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് ആ സൊസൈറ്റിയുടെ ബൈലോയിൽ തന്നെ
വ്യക്തമായി പറഞ്ഞിട്ടുണ്ടാവും. ഇൻ കേസ് വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റഡ് ബൈ ഇറ്റ്സ് ഷെയർസ് ആയിരിക്കും. അവർ എത്ര ഷെയർ എടുത്തിട്ടുണ്ടോ ആ ഷെയറിന് ആനുപാതികമായി മാത്രമേ അവർക്ക് എന്തുള്ളൂ, ലയബിലിറ്റി ഉള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അത്തരം സംഘങ്ങളെയാണ് എന്ത് പറയുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റിയാണ് എന്ത്? ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ബൈലോയിലാണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം ഓർ, അതായത് അവർ യഥാക്രമം എടുത്തിട്ടുള്ള ഓഹരികൾ സംബന്ധിച്ച് വല്ല തുകയും കൊടുക്കാതെയുണ്ടെങ്കിൽ ആ തുക. രണ്ടാമത് പറയുന്നു ടു സച്ച് എമൗണ്ട് ആസ് ദേ മേ റെസ്പെക്റ്റീവ്ലി അണ്ടർടേക്ക് ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ് ഓഫ് ദ സൊസൈറ്റി. അതായത് സംഘത്തിൻ്റെ അസറ്റിലേക്ക് ഏതെങ്കിലും തുക കൊടുക്കാനുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുകയോ എന്ത് ചെയ്യാം? വൗണ്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സിൻ്റെ ബാധ്യത അതുവരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലാതെ ഒരു സംഘം അതിൻ്റെ പ്രവർത്തനം നിർത്തുമ്പോൾ ഉള്ള ബാധ്യതകൾ മുഴുവനും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും മെമ്പേഴ്സ് ഏറ്റെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സെക്ഷൻ 2H കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് എ സൊസൈറ്റി the members of which are, in the event of its being bound up, jointly and severally liable for and in respect of all its obligation and to contribute to any deficit in the asset of the society. അതായത് ക്ലിപ്തരഹിത ബാധ്യതാ സംഘങ്ങൾ എന്നാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നതിൻ്റെ മീനിങ്. സംഘത്തിൻ്റെ പ്രവർത്തനം നിർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ സംഘത്തിനുണ്ടാവുന്ന എല്ലാ നഷ്ടങ്ങളും എന്ത് ചെയ്യണം? അതിലെ മെമ്പേഴ്സിന് ബാധ്യത ഉണ്ടായിരിക്കും. ബാധ്യത എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അതായത് കൂട്ടായും വേറെ വേറെയും എന്താണ് അതിലെ മെമ്പേഴ്സിന് ഉത്തരവാദിത്വമുണ്ട്. അതായത് സംഘത്തിന് എന്തെങ്കിലും ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് എന്ത് ചെയ്യേണ്ടി വരും? ആ ലയബിലിറ്റി കൊടുത്തീർക്കേണ്ടി വരും. ഇവിടെ പറയുന്ന ഇതാണ് ജോയിൻ്ററി ആൻഡ് സെവററി ലയബിൾ ആണ്. എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ ഓരോ മെമ്പേഴ്സും ജോയിൻ്റ് ആയിട്ടും സെവററായിട്ടും ലയബിൾ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 2HAയിൽ പറയുന്നു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം മീൻസ് ദ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഫ്രെയിംഡ് അണ്ടർ സെക്ഷൻ 57B. അതായത് നിക്ഷേപ ഗ്യാരണ്ടി പദ്ധതി എന്നാൽ വകുപ്പ് 57B പ്രകാരം രൂപീകരിക്കപ്പെട്ട നിക്ഷേപ സംരക്ഷണ പദ്ധതി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ HA എഴുതണം. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ വിച്ച് സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെഴുതണം? സെക്ഷൻ 57B എഴുതണം. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സെക്ഷൻ 57Bയിൽ പഠിക്കും. Director of Cooperative Audit means the Director of Cooperative Audit appointed under subsection 1 of section 63 and any officer to whom all or any of the powers of the Director of Cooperative Audit may be delegated by the government by general or special order under subsection 3 of section 63. Director of Cooperative Audit എന്നാൽ വകുപ്പ് 63 ഉപവകുപ്പ് 1 അനുസരിച്ച് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആയി നിയമിക്കപ്പെട്ടിട്ടുള്ളതും വകുപ്പ് 63 ഉപവകുപ്പ് 3 പ്രകാരമുള്ള ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ അധികാരങ്ങൾ സർക്കാരിൻ്റെ പൊതുവായോ പ്രത്യേകമായോ ഉള്ള ഉത്തരവിലൂടെ പൂർണ്ണമായോ ഭാഗികമായോ നൽകിയിട്ടുള്ളതുമായ ഒരു ഓഫീസർ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ സെക്ഷൻ 63(1) പ്രകാരമാണ് DCയെ നിയമിക്കപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നല്ല. അത് പ്രത്യേകം നിങ്ങൾ പഠിക്കുക. സെക്ഷൻ 63(1) പ്രകാരമാണ് DCയെ രൂപീകരിക്കുന്നത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 63
സബ് സെക്ഷൻ 3 പ്രകാരമാണ് അദ്ദേഹത്തിന് കീഴിലുള്ള ഓഡിറ്റുമായി ബന്ധപ്പെട്ട മറ്റു ഓഫീസറെ നിയമിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സെക്ഷൻ 63 എടുക്കുമ്പോൾ പഠിക്കുന്നതായിരിക്കും. Section 2I Dispute means any matter touching the business, constitution, establishments or management of a society capable of being the subject of litigating and includes a claim in respect of any sum payable to or by a society, whether such claim be admitted or not. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കമാണ്. ഒരു സംഘത്തിൻ്റെ വ്യാപാരത്തെയോ ഘടനയെയോ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ നോക്കി നടത്തലിനെയോ സ്പർശിക്കുന്ന ഏതെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ സംഘത്തിന് കിട്ടാനുള്ളതോ സംഘം കൊടുക്കാനുള്ളതോ ആയ ഏതെങ്കിലും സംഖ്യയെ സംബന്ധിച്ചതോ ആയ അവകാശവാദം എല്ലാം ഈ ഡിസ്പ്യൂട്ടിൽ ഉൾപ്പെടും. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എല്ലാ തർക്കങ്ങളും ഒക്കെ എന്താണ്? ഡിസ്പ്യൂട്ട് എന്ന പദമായാണ് ഉപയോഗിക്കുന്നത്.